family. അപ്പോൾ നമ്മളുടെ +2 ഫിസിക്സ് എക്സാം 2025 ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. വേറൊന്നല്ല, നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ്, അപ്പം ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്തിട്ട് ഇത് തന്നെ വരുമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഏതാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ കുട്ടികൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മൾ പ്രഡിക്ഷൻ അല്ല ചെയ്യുന്നത്, പക്ഷേ വരാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡെറിവേഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണ്ടക്ടർ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് ചാർജ് ഷീറ്റ് പഠിച്ചിട്ടുണ്ട്, ദെൻ സ്പെറിക്കൽ ആയിട്ടുള്ള ഷെല്ല് പഠിച്ചിട്ടുണ്ട്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണെന്ന് അറിയാം. പക്ഷേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അവിടെ ഇൻഫൈനൈറ്റ്ലി ലോങ് കണ്ടക്ടർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷവും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിന് ഇത് വന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് മാറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ സ്പെറിക്കൽ ഷെല്ലിനാണ് പ്രയോറിറ്റി ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ചാർജഡ് ഷീറ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജഡ് ഷീറ്റ് ചോദിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആ മൂന്ന് ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു അല്ലെ ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഡൈപോൾ ആണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങളിൽ വരികയാണെങ്കിൽ ഒന്ന് ഇൻഫൈനൈറ്റ്ലി ലോങ്ഡ് വയർ ആണ്. അത് മോഡൽ എക്സാമിന് ചോദിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് സ്ഫെറിക്കൽ ഷെല്ലിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു ആക്സിയൽ പോയിന്റിലുള്ള എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡെറിവേഷൻ അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പാരാ ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക്കിൻ്റെ എന്താണ് കമ്പാരിസൺ ആണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ചോദ്യം വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുക, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡയ, പാര ആൻഡ് ഫെറോ അല്ലെ. കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എന്താണ് ഡയ ആൻഡ് പാര ഫെറോയിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിച്ചു പോകണം. നോക്കിക്കുക, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാരാമാഗ്നറ്റിക് അല്ലെ, അല്ലെങ്കിൽ അവരെ തന്നിട്ട് അവരുടെ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഫെറോ മാഗ്നറ്റിക് എങ്ങനെയാണ് എപ്പോഴാണ് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നത്, ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സസെപ്റ്റബിലിറ്റി പെർമിയബിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും ഇതേപോലെ ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു സെക്കൻഡ് മക്കളെ. ഓക്കെ, അപ്പോൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ AC-യിലേക്ക് വരികയാണെങ്കിൽ അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് LCR സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ EMF ഒരു LCR
സർക്യൂട്ട് തന്നിട്ടുണ്ട്. എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫേസർ ഡയഗ്രാം അതേപോലെ തന്നെ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് അടുത്ത് നോക്കൂ, വാട്ട് ഇസ് RMS ഓഫ് AC അല്ലേ. അതേപോലെ തന്നെ കോമ്പണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫേസർ ഡയഗ്രാം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ LCR സർക്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്നുമുള്ള ഒരു ചോദ്യം എന്തായാലും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ LCR സർക്യൂട്ടിൻ്റെ റെസൊണൻസ് കണ്ടീഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റെസൊണൻസ് കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക എന്നുള്ള ഇമ്പിഡൻസ് ട്രയാങ്കിൾ, ആ ഒരു LCR സർക്യൂട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പ്രയോറിറ്റി വരുന്ന അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ആണ് കേട്ടോ. അതായത് കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ എന്താണ് കൃത്യമായിട്ട് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള കറണ്ട്, അതേപോലെ തന്നെ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിലും ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിലും 0 ആണ്, റെസിസ്റ്റൻസിൽ മാത്രമാണ് ആവറേജ് പവർ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത പ്രയോറിറ്റി ആയിട്ട് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഇൻഡക്ടർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ചോദിക്കാനുള്ള സാധ്യതയാണ് LCR സർക്യൂട്ട് കഴിഞ്ഞാലുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ വെക്കേണ്ടത് എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ LCR സർക്യൂട്ട്, കപ്പാസിറ്റർ, ഇൻഡക്ടർ പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ, ഇനി നമ്മളുടെ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരുപാട് പ്രാവശ്യം ചോദിച്ചുള്ളത് നമ്മുടെ ബോറിൻ്റെ മോഡൽ തന്നെയാണ്. അപ്പോൾ ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് കൃത്യമായിട്ട് ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റ്സ് എഴുതാൻ വേണ്ടി പഠിക്കുക. അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയായിട്ടുള്ളതാണ് നമ്മുടെ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ലിമിറ്റേഷൻസ് ചോദിക്കില്ല എന്നല്ല. അപ്പോൾ ബോറിൻ്റെ ആറ്റം മോഡൽ കൃത്യമായിട്ട് 3 പോസ്റ്റുലേറ്റ് പഠിക്കുക. അതിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലിമിറ്റേഷൻസ് ഓൾസോ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മുടെ റുദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ റുദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ്സ് ചോദിക്കാനുമുള്ള സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. വെയിറ്റേജ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചോദ്യമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ചോദ്യം അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇത് ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് ആറ്റംസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയായിരിക്കും ചോദിക്കുക. പോസ്റ്റുലേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലേ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, വരാൻ ചാൻസ് ഉള്ള അല്ലേ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ എക്സാമിന് പോകരുതെന്നാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ ഫസ്റ്റ് മുതൽ 5ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഡെറിവേഷൻസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മളുടെ ചാനലിലേക്ക് നിങ്ങൾ വരണം. ഇന്ന് നമ്മൾ അടിച്ച് പൊളിച്ച് നമ്മുടെ മോഡൽ എക്സാം ഈസി ആയതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ എക്സാം നമ്മൾ ഈസി ആക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.